ഹായ് ഗൈസ്. അപ്പോൾ എന്തുകൊണ്ട് രായൻ 72ാമത് നാഷണൽ ഫിലിം അവാർഡ്സിലെ ബെസ്റ്റ് തമിഴ് ഫിലിമായിട്ട് സെലക്ട് ചെയ്തത് രായനെയാണ്. ധനുഷ് നായകനായി ധനുഷ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന രായൻ സിനിമ. എന്തിന്, ഏതിന്, ഒരാവശ്യവും ഇല്ല. ആർക്ക് വേണ്ടിയോ കൊടുത്ത ഒരു അവാർഡാണ്. ആ വർഷം 2024 തമിഴിൽ എത്രയോ നല്ല സിനിമകൾ വന്നിട്ടുണ്ട്. മെയ്യഴകൻ, പിന്നെ മഹാരാജ, ലബ്ബർ പന്ത്, വാഴ. മാരി സെൽവരാജാണ് വാഴ ചെയ്തത്. മെയ്യഴകൻ പ്രേംകുമാർ ആൻഡ് നിതിലൻ മഹാരാജ ചെയ്തിട്ടുണ്ടായിരുന്നു. ലബ്ബർ പന്ത് പച്ചത്തമിഴ് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും നല്ല പടങ്ങൾ ഉള്ളപ്പോഴും 2024 ബെസ്റ്റ് തമിഴ് ഫിലിമായിട്ട് നാഷണൽ അവാർഡ് ജൂറി സെലക്ട് ചെയ്തത് രായനെയാണ്, ധനുഷിന്റെ രായന്. എന്തുകൊണ്ടായിരിക്കും? അത് കൊമേഴ്ഷ്യലി ഒരു വലിയ പടം പോലെ എടുത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൽ ഏറ്റവും വലിയൊരു നായകനാണ് ധനുഷ് എന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ധനുഷാണ് അത് സംവിധാനം ചെയ്ത്, സൺ പിക്ചേഴ്സ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്ത് അതുകൊണ്ടായിരിക്കും. ഇതില് ഒരു പക്ക പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഒരു പ്രൊപ്പഗണ്ട പരിപാടി തന്നെയാണ് നടന്നിരിക്കുന്നത്. കാരണം ഒരു രീതിയിലും ഒരളവിലും ഒട്ടും വാല്യൂ ചെയ്യാത്ത, ഡിസേർവ് ചെയ്യാത്ത ഒരു അവാർഡാണ് ഇത്. ഒരു രീതിയിലും ഇല്ല. ഇതുപോലത്തെ ഒരു അവാർഡ് വേറെ ഉണ്ടാകും, ഞാൻ പറഞ്ഞുതരാം ഏതാണെന്ന്, ഈ വർഷം തന്നെ. അപ്പൊ എന്തുകൊണ്ടാണ് ധനുഷിന് ആ ഒരു ബെസ്റ്റ് തമിഴ് ഫിലിം കൊടുത്തെന്ന്? ഒരു മെയ്യഴകം പോലത്തെ ഒരു പട ഇരിക്കുന്നു, ലബ്ബർ ബന്ദ് പോലത്തെ ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു നാട്ടുംപുറം പടയിരിക്കുന്നു, വാഴ പോലത്തെ ഒരു ഇമോഷണൽ പടയിരിക്കുന്നു, മഹാരാജയെ പോലത്തെ ഒരു വൺ സ്ക്രീൻ പ്ലേ പടയിരിക്കുന്നു. ഇതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഒരു മലങ്കൾട്ട് പടമായ രായന് ബെസ്റ്റ് തമിഴ് ഫിലിമിന് കൊടുക്കുകയാണ്. பெஸ்ட் தமிழ் ஃபிலிம். ராயா, வேலைக்கு புதுசா வந்திருக்கியோ, அவங்ககிட்ட ஒன்றும் வச்சுக்காத. കൊട്ടട്ടും ഉമ്മാരി കൊട്ടട്ടും, കാരണം യാറ് പുള്ള. എന്തിനാണ് അവാർഡ് കൊടുത്തത് ഒരിക്കലും പിടിയില്ല. ഒരു രീതിയിലും ജസ്റ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവാർഡ് തന്നെയാണ് രായന് കൊടുത്തിട്ടുള്ളത്. സത്യം പറഞ്ഞാല് മെയ്യഴകനൊക്കെ പക്ക ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. മെയ്യഴകനൊക്കെയാണ് നാഷണൽ അവാർഡ് കിട്ടേണ്ടത്. എന്ത് തേങ്ങയ്ക്കാണ് രായനൊക്കെ കൊടുത്തത്. ഈവൻ തമിഴ്നാട്ടിലുള്ളവരെ സംസാരിക്കുകയാണ്, എന്തിട്ടാ எதுக்கு எங்களுக்கு எதுக்கு இந்த ராயம் படத்துக்கு பெஸ்ட் தமிழ் ഫിലിം, എന്നടാ സെന്നറിയുക. അവന്മാര് വരെ അങ്ങനെയാണ് പറയുന്നത്. രണ്ടാമത് വരുന്നത് ബെസ്റ്റ് സ്ക്രീൻ പ്ലേ വരുന്ന ഏതിനാന്ന് വെച്ചാല് പുഷ്പ 2ക്ക് സുകുമാരനാണ് കൊടുത്തതെന്ന്. രാഷ്മിയ വന്നിട്ട് ചെമ്പകം പീലിങ്സ് വരുന്നതാ ഇതിന്റെ ഇടയിൽ കിടന്ന് ഓടുന്ന ആ ഒരു പടത്തിന്, ആ ഒരു പക്ക അപരാധം കാട്ടപരാധം സീരിയലിന് ബെസ്റ്റ് സ്ക്രീൻ പ്ലേ നാഷണൽ അവാർഡ്. മഹാരാജ എന്നൊരു സിനിമ ഉണ്ട്, അതിന്റെ സ്ക്രീൻ പ്ലേ ഇവര് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. അത് സ്ക്രീൻ പ്ലേ ഇവര് ശ്രദ്ധിക്കില്ലെന്ന് തോന്നുന്നു. മലയാളത്തിൽ കിഷ്കിന്ധകാന്തോ എന്നൊരു സിനിമ ഉണ്ട്, അതിന്റെ സ്ക്രീൻ പ്ലേ ഇവര് ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. മഞ്ഞുമൽ ബോയ്സ്, ആവേശം, അതിന്റെ സ്ക്രീൻ പ്ലേയും കാര്യങ്ങളും ഇവർ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. സുകുമാർ, എനിക്ക് തോന്നുന്നു ഇവർ അവാർഡ് കൊടുക്കുന്നത് ആക്ടിങ്ങിനോ അല്ലെങ്കിൽ അവരുടെ ആ വാല്യൂ ചെയ്തിട്ടല്ല. അവരാളറിയണം, പോപ്പുലാരിറ്റി ഉണ്ടെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ വലിയ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ആൾക്കാരായിരിക്കും. അത് തന്നെയാണ് ഇപ്പൊ നാഷണൽ അവാർഡ് നടന്നിരിക്കുന്നത്. ആടുജീവിതത്തിനൊക്കെ എന്തോരോ ഒതുക്കുകളാണ് നടന്നതെന്ന് നമുക്ക് അറിയാമല്ലോ. ആരെയും ഇപ്പൊ അവര് ഒരു ജസ്റ്റിഫൈ ചെയ്തിട്ടുള്ള ഒരു അവാർഡ് ആർക്കും കിട്ടുന്നില്ല. അതിപ്പം അവാർഡ് ഇപ്പൊ ഈ രായൻ സ്ക്രീൻ പ്ലേ, പുഷ്പ 2 എന്തോന്ന് സ്ക്രീൻ പ്ലേ ഇരിക്കുന്നെന്നാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് മനസ്സിലാവില്ല. പുഷ്പ 2 സ്ക്രീൻ പ്ലേ എന്താണ്, എന്ത് സ്ക്രീൻ പ്ലേ ആണ് പുഷ്പ 2 ഉള്ളതെന്ന് എനിക്ക് ഇപ്പോഴും സ്റ്റിൽ മനസ്സിലാവുന്നില്ല. എന്തോന്ന് സ്ക്രീൻ പ്ലേ ആണ്. അവർ കാട്ടവരാത മലങ്കൾട്ടിനെ ഇങ്ങനെ ഒരു അവാർഡും കൊടുത്ത്. അപ്പം അതാണ് ഈ പലപ്പോഴും പല ഡയറക്ടേഴ്സും പറയുന്നത്, നമ്മൾ എത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല, ആരും നമ്മളെ വാല്യൂ ചെയ്യാനൊന്നും പോകുന്നില്ല. പലപ്പോഴും എല്ലാവരും വലിയ അവർക്ക് കഴിവുകൊള്ളവും അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ മാത്രമേ അവർ ജയിപ്പിക്കുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ ഫുട്ബോളിലൊക്കെ കാണുന്ന പോലെ ഇപ്പൊ ഫുട്ബോളിലൊക്കെ ആ ചർച്ചകളൊക്കെ വരുന്നുണ്ട്. ഇത് മുമ്പേ സിനിമയിലുണ്ട്. ഈവൻ പൊളിറ്റിക്സും നമുക്കറിയാം, മുമ്പേ പൊളിറ്റിക്സിലും ഇങ്ങനെയൊക്കെയാണല്ലോ. എല്ലാം അവർക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ളവർക്ക് കൊടുക്കും. ഇത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്.
ഇപ്പോഴത്തെ ആകെ ഒരു ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മലയാളത്തിലെ മമ്മൂക്കയ്ക്ക് മികച്ച നടനുള്ള ഭ്രമയുഗം കൊടുത്തു എന്നുള്ളതാണ്. അതും ഷേഡാണ് കൊടുത്തത്. കാർത്തിക് ആര്യൻ ഹിന്ദി സിനിമയില് പുള്ളിക്കാരനും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഷേഡ് ബെസ്റ്റ് ആക്ടർ രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. പിന്നെ ബെസ്റ്റ് ആക്ട്രസ് യാമി ഗൗതം, അതായത് ഈ ആദിത്യദാർ ദുരന്തർ 2 ഒക്കെ സംവിധാനം ചെയ്ത സർജിക്കൽ സ്ട്രൈക്ക് ദ ഉറി ആ സിനിമയൊക്കെ സംവിധാനം ബോളിവുഡ് പുള്ളിക്കാരൻ പിന്നെ എന്റെ ഭാര്യയാണ് യാമി ഗൗതം, ഒരു നായികയും കൂടെയാണ്. പുള്ളിക്കാരിക്കാണ് ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയിട്ടുള്ളത്. പിന്നെ വേറെ കുറച്ച് അവാർഡുകൾ, പിന്നെ തമിഴില് ബെസ്റ്റ് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടിന് ജീവി പ്രകാശിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് എഡിറ്റിങ്ങിന് അമരൻ സിനിമയ്ക്ക്, ബെസ്റ്റ് ഡയറക്ടർ തമിഴ് അമരൻ സിനിമ 3 അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മെയ്യഴകിന് കിട്ടിയത് എന്തോ ബെസ്റ്റ് ലൈറ്റാ കമ്പോസിഷൻ അങ്ങനെ എന്തോ പരിപാടിയായിരുന്നു. അതായത് പിന്നെ സ്പെഷ്യൽ മെൻഷൻ ധനുഷിന് സ്പെഷ്യൽ മെൻഷൻ ക്യാപ്റ്റൻ മില്ലർ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ധനുഷിന് ഇതിൽ ഈ നാഷണൽ അവാർഡിൽ 2 മെൻഷൻ ഉണ്ടായിരുന്നു. ബെസ്റ്റ് ഡയറക്ടർ, അതായത് ബെസ്റ്റ് തമിഴ് ഫിലിം, പിന്നെ ഡയറക്ടർ ധനുഷിന്റെ പടമാണല്ലോ, അപ്പോൾ അത് ഓൾറെഡി മെൻഷൻ ആവുമല്ലോ. പിന്നെ ഇതേപോലെ കൽക്കിയാണ് ബെസ്റ്റ് തെലുങ്ക് ഫിലിമോ ബെസ്റ്റ് ഫിലിമോ എന്തോ കൽക്കിയാണ് അവർ ചൂസ് ചെയ്തത് 2024. ആകെ മൊത്തം ഒരു രീതിയിൽ സാറ്റിസ്ഫൈ ആകാത്ത 1-2 കാര്യങ്ങൾക്ക് മാത്രം സാറ്റിസ്ഫൈ ആയ, വളരെ ജസ്റ്റിഫിക്കേഷൻ ഒന്നും കൊടുക്കാൻ പറ്റാത്ത ഒരു നാഷണൽ അവാർഡാണ് ഇത്. ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി. പക്ഷെ എന്നാലും രായനും കൊടുത്തത്, പിന്നെ സ്ക്രീൻ പ്ലേക്ക് ഇത് സുകുമാരനും കൊടുത്തത് പുഷ്പ 2 ഒക്കെ എന്ത് അപരാധോടാ കാണിക്കണം നീയൊക്കെ.